വൈക്കം ഉദയനാപുരത്തെ പശുഫാമിലെ 4 കറവ പശുക്കൾ ചത്തു. ഉദയനാപുരം പഞ്ചായത്ത് 10-ാം വാർഡിൽ കാരിൽമേലിൽ വിപിൻ ഗോപാലിന്റെ HF ഇനത്തിൽപ്പെട്ട 4 പശുക്കളാണ് ചൊവ്വാഴ്ച പുലർച്ചെ ചത്തത്. പുലർച്ചെ 1 മണിയോടെ തൊഴുത്തിൽ പശുക്കൾ കാലിട്ടടിക്കുന്ന ശബ്ദം കേട്ട് വിപിനും കുടുംബാംഗങ്ങളും ചേർന്നു നോക്കുമ്പോൾ വയർ വീർത്ത് അവശ നിലയിലായ പശുക്കളെയാണ് കണ്ടത്. വിപിൻ ഉടൻ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. പിന്നീട് ഉദയനാപുരത്ത് മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ഉണ്ണിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് തലയോലപ്പറമ്പ് മൃഗാശുപത്രിയിലെ ഡോക്ടർ ടെസിമോൾ എത്തി ചികിത്സ നടത്തിയെങ്കിലും ഗുരുതരാവസ്ഥയിലായിരുന്ന 4 പശുക്കളുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടറുടെ ശ്രമഫലമായി അവശ നിലയിലായിരുന്ന മറ്റൊരു HF പശുവിനെ രക്ഷിക്കാനായി. നമുക്ക് ഡോക്ടർമാരുടെ സേവനം കിട്ടാതെ നമ്മുടെ 4 പശുക്കളാണ് ഡെത്തായത്. അത് നമുക്ക് നമ്മുടെ തലയോലപ്പറമ്പിൻ്റെ കീഴിലുള്ള ഡോക്ടറാണ് രാത്രി വന്ന് നമ്മുടെ ഒരു പശുവിനെ രക്ഷപ്പെടുത്തുകയും എല്ലാം ചെയ്തത്. അതുപോലെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ നഷ്ടമുണ്ടായി. ബുധനാഴ്ച രാവിലെ മറ്റു പശുക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. 40 വർഷമായി വിപിന്റെ പിതാവ് വേണുഗോപാലും മാതാവ് സുലോചനയും ചേർന്ന് പശുക്കളെ വളർത്തി വരികയായിരുന്നു. ചത്ത HF പശുക്കൾക്ക് ദിനംപ്രതി 25 ലിറ്റർ പാൽ വീതം ലഭിച്ചിരുന്നു. ദിനംപ്രതി 200 ലിറ്ററിലധികം പാൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഫാമിലെ 100 ലിറ്ററോളം പാൽ ലഭിച്ചിരുന്ന 4 പശുക്കൾ ചത്തത് സാമ്പത്തികമായി വിപിന് കനത്ത പ്രഹരമായി. ദഹനക്കേട് വന്ന് വയർ വീർത്ത് പശുക്കൾ ചത്തതിന്റെ കാരണം കണ്ടെത്താൻ മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു. കന്നുകാലികൾക്ക് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കാൻ അധികൃതർക്ക് കഴിയാത്തത് വലിയ വീഴ്ചയാണെന്നും 5 ലക്ഷത്തോളം രൂപയാണ് തനിക്ക് നഷ്ടമുണ്ടായതെന്നും വിപിൻ പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ, ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജു, വാർഡ് മെമ്പർ മിനി മനയ്ക്കപ്പറമ്പിൽ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.